ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല 100% ഉറപ്പുള്ള നല്ല കിടിലനൊരു ബ്രൈറ്റനിങ് ഫേസ് പാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല കിടിലനൊരു ട്രിക്കാണിത്. നിങ്ങളിപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് കിച്ചണിൽ പോയി നോക്കിയോ, ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഐസ് ക്യൂബായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഐസ് ക്യൂബ് ആകാനുള്ളൊരു സമയം എടുക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്തായാലും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതൊക്കെ മറന്നാലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്. എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇൻട്രോ ഇടുന്ന ഒരു ചടങ്ങാണല്ലോ, അതുകൊണ്ടാണ് ഇൻട്രോ ഇങ്ങനെ കാണിക്കുന്നത്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് 3 ഇൻഗ്രീഡിയൻറ്റ് മതി. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് പോയി കണ്ടിട്ട് വരാം. പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞത് മതി. പിന്നെ എടുത്തിരിക്കുന്നത് ഓട്സ് ആണ്. ഇത് ഓട്സ് കവറോടെ ഞാൻ എടുത്തതേ ഉള്ളൂ. ഒരു 1-2 സ്പൂൺ മാത്രം, അതായത് നമുക്ക് പാക്കിന് ആവശ്യമായതുമുള്ളത് മാത്രം എടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി അടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ അത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാവേ. തക്കാളി ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി കേട്ടോ. ഫുൾ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത്. കണ്ടില്ലേ, ആ ഓട്സ് പൊടിയാതെ ഈ ഒരു ഇതിലിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. പാൽ നിങ്ങൾക്കിപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ റോ മിൽക്കാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പാല് വേണ്ട എങ്കിൽ നിങ്ങളുടെ നല്ല ഓയിലി സ്കിന്നാണെന്ന് വെച്ചോ, എങ്കിൽ നിങ്ങൾ തൈര് യൂസ് ചെയ്യണം കേട്ടോ. ഇതിപ്പം ഡ്രൈ സ്കിന്നുകാർക്ക്, എൻ്റെ ഇപ്പം നോർമൽ ഞാൻ പറഞ്ഞിട്ടില്ല, ചില സമയത്ത് ഓയിലി ആയിട്ടും ചില സമയത്ത് ഡ്രൈ ആയിട്ടും ഇരിക്കും. അപ്പോൾ ഇത്ര അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കി എടുക്കണം, ഐസ് ക്യൂബ് ആക്കി എടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാൻ പോവാണ്. എനിക്കിപ്പോൾ 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് 4 കട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് 4 ദിവസമായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ നമുക്കിനി ഇത് കട്ടയാക്കി എടുക്കാം. കട്ടയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫേസിൽ എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചായിരുന്നു. ദേ ഇപ്പോൾ 2 എണ്ണം മാത്രമേ മിച്ചമുള്ളൂ. 4 എണ്ണം ഞാൻ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഞാൻ ഓരോന്നെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തെങ്കിലും വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്കെന്തോ ഫേസ് ഒരുപാട് കറുത്ത് പോകുന്നതായിട്ടോ ടാൻ വരുന്നതായിട്ട്, വെളിയിൽ ഇറങ്ങിയില്ലേലും വെയിൽ കൊണ്ടില്ലേലും എനിക്ക് അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ എനിക്ക് അതൊരു ശീലമായിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഫേസിലിടാൻ, പ്രത്യേകിച്ച് ഇങ്ങനെ തണുത്ത സാധനങ്ങൾ. എനിക്ക് എന്തെങ്കിലുമൊക്കെ തണുപ്പിച്ച് മുഖത്തിടാൻ ഇഷ്ടം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ആ മിക്സ് ചെയ്തിടം കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് ഫേസിലേക്ക് ഡയറക്റ്റ് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ടയാക്കണമെന്നില്ല. പക്ഷേ ഇത് പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. പിമ്പിളൊക്കെ ഒന്ന് അമങ്ങി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫേസിൽ എന്തെങ്കിലും മേക്കപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ. ഞാനിപ്പോൾ കണ്ണും ലിപ്സ്റ്റിക്കും എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതല്ലേ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴത്തേന് ഉറക്കപ്പിച്ചോടെ എഴുന്നേറ്റ് വരാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാനിങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പിമ്പിൾസ് ഉണ്ട്. അപ്പം ഞാൻ കുഞ്ഞു കുരുക്കൾ പൊങ്ങി വരുന്നുണ്ട്. അപ്പം ഞാനതിങ്ങനെ ഞെക്കി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ല സുഖം കിട്ടുന്ന പോലെ തോന്നും. ആ കുരുവിനൊക്കെ ഒരു അമക്കമേ എന്നിട്ട് നമുക്കിങ്ങനെ ഫേസിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ടാൻ മാറാനും നമ്മളെ ബ്രൈറ്റൻ ആക്കാനും ഓട്സ് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് മാച്ചാകും. ചില ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പോൾ പിമ്പിൾ കാണിക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, ചില സമയത്തൊക്കെ ഓയിലിയാണ് കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് മാച്ചാകുമേ. ഞാൻ ഓട്സും ചെറുപയറും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ നല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ പാല് ചേർക്കേണ്ട, തൈര് ചേർത്ത് മിക്സ് ചെയ്താൽ മതിയേ. ഞാനിപ്പം പാല് ചേർത്ത്, എൻ്റെ ഒരു തൈര് ഇല്ലാഞ്ഞുകൊണ്ട് അത് തന്നെയല്ല, എനിക്ക് പാല് വലിയ പ്രശ്നമില്ല. പിന്നെ ഇത് ഓട്സ് ഒരുപാട് അങ്ങ് പൊടിക്കണ്ട കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ തേക്കുമ്പോൾ ഒരു ഡബിൾ എഫക്റ്റാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓട്സ് നമ്മൾ കഴിക്കാനുണ്ടാക്കി പാലൊക്കെ ചേർത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് കാച്ചത്തില്ലേ, ആ സാധനം ഞാനിങ്ങനെ കഴിക്കാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് പാത്രത്തിൽ മിച്ചം വരുമല്ലോ, അത് ഞാൻ ജസ്റ്റ് കഴുകുന്നതിന് മുമ്പ് ഇങ്ങനെ തോണ്ടി വടിച്ചെടുത്ത് മുഖത്ത് വെച്ച് കൊടുക്കാറുണ്ട്. ഭയങ്കര എഫക്റ്റീവാണ്.
കഴുത്തിലിട്ട് കൊടുക്കാൻ. അതായത് ഞാൻ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് എൻ്റെ ദേഹത്തെല്ലാം ആകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ബാത്റൂമിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു പന്ന ഡ്രസ്സ് ഇട്ടിട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ദേഹത്താക്കണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയും നല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.